നമസ്കാരം. ഞാൻ BBC ന്യൂസ് കണ്ടു. മൊട്ട അരുൺ എൻ്റെ ഒരു പരിപാടി. അതിൽ BJPയിലെ ഗോപാലകൃഷ്ണനെ വിളിച്ചിരുത്തിയിട്ട് കുറേ CPM പ്രവർത്തകർ ചോദ്യങ്ങൾ ചെയ്യുന്നുണ്ട്. ആ ചോദ്യങ്ങളൊക്കെ ഒറ്റയ്ക്ക് നിന്ന് പൊരുതുന്നുണ്ട്. അതിൽ ചോദ്യം, അമേരിക്കയിൽ RSകാരൻ പോയ, അല്ലാതെ ഇന്ത്യൻ RSകാരൻ പോയ ശ്രീരാമൻ എന്ന് വിളിക്കും, അപ്പോൾ അല്ലാതെ ഇന്ത്യയിൽ നിന്നൊരു ഭാരതീയൻ പോയ ശ്രീരാമൻ എന്ന് വിളിക്കില്ല എന്നാണ്. അതിൻ്റെ ഇടയിൽ കൂടെ ശ്രീരാമൻ ദൈവമല്ല എന്നും ഒരു വാക്ക് പറയുന്നുണ്ട്. ഒരു മനുഷ്യനെ ദൈവമാക്കുന്നത് മറ്റൊരു മനുഷ്യൻ്റെ സാങ്കല്പികമാണ്. യേശുക്രിസ്തുവിനെ ഒരു അമ്മ പ്രസവിച്ചാണ്, ദൈവമായിട്ട് കാണുന്നുണ്ടല്ലോ. ശ്രീനാരായണ ഗുരുവിനെ ഒരു അമ്മ പ്രസവിച്ചാണ്, ദൈവമായിട്ട് കാണുന്നുണ്ടല്ലോ. പിന്നെ നബിയെ അമ്മ പ്രസവിച്ചാണ്, ദൈവമായിട്ട് കാണുന്നുണ്ടല്ലോ. അപ്പോൾ എന്തുകൊണ്ട് ശ്രീരാമനെ ഒരു അമ്മ പ്രസവിച്ചതല്ലേ ദൈവമായിട്ട് കണ്ടുകൂടാത്തത്? അപ്പോൾ നിങ്ങൾ അതിനകത്ത് നിൽക്കുന്ന ഒരു അജണ്ട ഗോപാലകൃഷ്ണനെ വിളിച്ച് ഈ മൊട്ട അരുൺ, അവനെക്കുറിച്ച് പറയണ്ടെന്ന് വിചാരിച്ചാണ്, ആ നാറിയെക്കുറിച്ചൊന്നും സംസാരിക്കേണ്ടെന്ന് ഞാൻ തീരുമാനിച്ചത്. പക്ഷേ അവൻ്റെ ചൊറിഞ്ഞ വർത്തമാനം കേൾക്കുമ്പോൾ ഇത് കരി വരും, ദേഷ്യവും വരും. അപ്പോൾ അവസാനം അവൻ്റെ ഒരു ചോദ്യം, നിങ്ങൾ ബീഫ് കഴിക്കുമോ? ഈ അരുണ് പന്നി കഴിക്കുമോ? ഒരു മനുഷ്യൻ്റെ ഇഷ്ടമല്ലേ ഇപ്പോൾ ഇറച്ചി, ബീഫ് കഴിക്കുന്നോ, പന്നി കഴിക്കുന്നോ, മൃഗം കഴിക്കുന്നോ, അതൊക്കെ അവൻ്റെ ചോയ്സല്ലേ. കഴിക്കുന്നവർ കാണും, കഴിക്കാത്തവർ കാണും. അത് ഗോപാലകൃഷ്ണൻ ഒരു BJPക്കാരനായതുകൊണ്ട് ഗോപാലകൃഷ്ണൻ്റെ വായിൽ നിന്ന് പറഞ്ഞ് ഇങ്ങനെ ഒരു ബീഫ് വൃത്തിയെ എന്നുവെച്ചാൽ ഒരു പശുവിനെ അല്ലെങ്കിൽ ബീഫ് കഴിച്ചുകൂടാ എന്ന് പറഞ്ഞ് അതിലൊരു കുറച്ച് ആൾക്കാരെ ശത്രു ഉണ്ടാക്കാൻ വേണ്ടി, പിന്നെ അതിൽ നന്മ പറഞ്ഞാലും തിന്മ പറഞ്ഞാലും കുറേ എണ്ണമൊക്കെ ശത്രു ഉണ്ടാകും. എല്ലാവരെയും തൃപ്തിപ്പെടുത്തിക്കൊണ്ടൊന്നും ചെയ്യാൻ ഒക്കില്ല, മനസ്സിലായില്ലേ? ബീഫ് കഴിക്കാറില്ല, ഞാനൊന്നും ബീഫ് കഴിക്കാറില്ല. നമുക്കതിനോട് ബുദ്ധിമുട്ടാണ്. പശു എന്ന് പറഞ്ഞ സാധനം നമ്മൾ സ്നേഹിക്കുകയാണ്, അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ ഇറച്ചി കഴിക്കാൻ നമുക്ക് തോന്നുന്നില്ല. പിന്നെ കഴിക്കുന്നവന്മാർ കാണും, മനസ്സിലായില്ലേ? അത് കഴിക്കുന്നവരെ കുറ്റമൊന്നും നമ്മൾ പറയാറില്ല, അത് അവരവൻ്റെ ആവശ്യം, അത് നമ്മളൊന്നും പറയില്ല. പക്ഷേ നിങ്ങളുടെ ഈ വർഗീയത അജണ്ട അത് കണ്ടപ്പോൾ അതിന് പ്രതികരിക്കാതെ പറ്റില്ല. ശ്രീരാമൻ ദൈവമായിട്ട് കാണുന്നവർ കണ്ടോട്ടെ, അള്ളാഹുവിനെ ദൈവമായിട്ട് കാണുന്നവർ കണ്ടോട്ടെ, യേശുവിനെ ദൈവമായിട്ട് കാണുന്നവർ കണ്ടോട്ടെ, നമ്മളെ ശ്രീനാരായണ ഗുരുവിനെ ദൈവമായിട്ട് കാണുന്നവർ കണ്ടോട്ടെ. അതിന് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ. ആർക്കും എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല. അവനവൻ്റെ സങ്കല്പത്തിനകത്ത് അവനെ കാണണം. ഏതൊരു വ്യക്തിയെ വേണമെങ്കിൽ നമുക്ക് പൂജിക്കാൻ, എല്ലാം കാണാം. ഇതിൻ്റെ ഇടയിൽ ഈ വർഗീയത ഉണ്ടാക്കുന്ന ആരെന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ CPMമാരാണ്. ആ കൂട്ടിനകത്ത് ഒരുത്തൻ ഇരിക്കുന്നത്, അവൻ്റെ പേര് നീക്കറിഞ്ഞില്ല, അവൻ കുത്തി വർഗീയ ഉണ്ടാക്കാൻ പറയുന്നത്. അവസാനമായിട്ടൊരു ചോദ്യം, അമ്മ ഈ ഹിന്ദു രാഷ്ട്രമായ എത്ര മുസ്ലിങ്ങളെ നിങ്ങൾ ഇവിടുന്ന് പാകിസ്ഥാനിൽ പറഞ്ഞേക്കും, അവിടെ അവൻ വർഗീയതയാണ് പറയണത്. അവൻ വർഗീയതയാണ് അവിടെയും സംസാരിക്കുന്നത്. ഏത് പാകിസ്ഥാനിലെ ഏത് മുസ്ലിങ്ങളെ പറഞ്ഞേക്കുന്നത്? ഇവിടെ ഇന്ത്യയിൽ ജനിച്ചൊക്കെ ഹിന്ദുസ്ഥാൻ മുസ്ലിമാണ്, മനസ്സിലായില്ലേ? ഇവനൊക്കെ ഈ വർഗീയത ഉണ്ടാക്കി ഈ നാടിനെ ഭിന്നിപ്പിച്ച് ഇവിടെ വർഗീയത സംസാരിക്കുന്ന അത്രയും യുവന്മാരാണ്. ഒരുത്തൻ കണ്ടില്ലേ, കേരളത്തിന് മലയാളിയെ നാടകം കടത്താൻ വേണ്ടി അങ്ങ് ഡൽഹി ചെന്നിട്ട് അടി വാങ്ങിച്ചത്, പലരും വായിക്ക് തള്ളക്കുളി കേട്ടത്, അത് മലയാളിയെ മൊത്തം പറയിപ്പിക്കാനല്ലേ? യുവന്മാർക്ക് വർഗീയത എന്ന് പറഞ്ഞ സാധനം യുവന്മാരുടെ കയ്യിലാണുള്ളത്, യുവന്മാർക്കാണുള്ളത്. അഹങ്കാരത്തിൻ്റെ അങ്ങേയറ്റമാണ്. പിന്നെ തമ്മിലടിപ്പിക്കുക. യുവന്മാരാണ് ഈ മുസ്ലിമിനും ക്രിസ്ത്യാനിയും ഹിന്ദുവിനും കൂട്ടിയടിപ്പിക്കുന്നത്. തമ്മിലടിപ്പിക്കുന്ന യുവന്മാർ. കാരണം അടുപ്പിച്ചില്ലെങ്കിൽ ഇവരിൽ നിന്ന് ഭരണം കിട്ടില്ല, ഒരു MLA പോലും ഉണ്ടാവില്ല. അതുകൊണ്ട് യുവന്മാർ ബോധപൂർവം മുസ്ലിമും ഹിന്ദുവിനും ക്രിസ്ത്യാനിയും തമ്മിലടിപ്പിക്കും. ജനം ഇത് മനസ്സിലാക്കണം, പൊതുജനം ഇത് മനസ്സിലാക്കണം. ഇതല്ല വർഗീയതയല്ല മനുഷ്യത്വം എന്നുള്ളത്. നമ്മളൊക്കെ ഈ സമൂഹത്തിൽ ജീവിക്കുന്ന ആൾക്കാരാണ്. നമ്മൾ ഒന്നിനൊന്ന് കിടന്ന് എടുക്കേണ്ട ആൾക്കാരാണ്. എൻ്റെ വീട്ടിൻ്റെ അടുത്തൊക്കെ ക്രിസ്ത്യാനിയുണ്ട്, മുസ്ലിമുണ്ട്, ഞാൻ ഹിന്ദുവായിട്ട് ജീവിക്കുന്നു. ഞങ്ങളൊക്കെ ഒരു കുടുംബം പോലെയാണ് ജീവിക്കുന്നത്.
ഇവിടെ ആർക്കും വർഗീയതയൊന്നുമില്ല. ഞാൻ ഇവിടുത്തെ ആർഎസ്സുകാരനാണെന്ന് ഇവിടെയുള്ള എല്ലാവർക്കും അറിയാം. ഒരു മുസ്ലിം പോലും നമ്മുടെ അടുത്ത് വേർതിരിവ് കാണിക്കുന്നില്ല. ഒരു ക്രിസ്ത്യാനി പോലും ഞങ്ങളുടെ അടുത്ത് നീ ഒരു ആർഎസ്സുകാരനാണെന്നൊക്കെ കാണിക്കുന്നില്ല. അവരൊക്കെ നമ്മൾ നല്ല ഐക്യമായിട്ട് സ്നേഹത്തിലാണ് കേട്ടത്. പക്ഷേ യുവമാർ, ഈ മാർക്സിസ്റ്റ് പാർട്ടിക്കാരന്മാർ, അവന്മാർക്ക് മാത്രമേ ഈ വിരോധമുള്ളൂ. യവന്മാരാണ് അവൻ ക്രിസ്ത്യാനി, അവൻ ഹിന്ദു, അവൻ മുസ്ലിം എന്ന് പറഞ്ഞ് തമ്മിൽ അടുപ്പിക്കുന്നത്. പൊതുജനങ്ങൾ ആ അതിനകത്ത് വിഴരുത്. ഒരുത്തൻ പന്നി ഇറച്ചി കഴിക്കുന്ന അവൻ്റെ ഇഷ്ടം, ബീഫ് കഴിക്കുന്ന അവൻ്റെ ഇഷ്ടം, ആട്ടിറച്ചി കഴിക്കുക, അതൊക്കെ അവനവൻ്റെ ചോയ്സാണ്. അത് കഴിക്കില്ലെന്ന് ആരും പറയുന്നേ ഇല്ല. പിന്നെ കഴിക്കാത്ത ആൾക്കാരെ കൊണ്ട് കഴിപ്പിക്കുവോ, നിങ്ങൾ കഴിക്കുവോ എന്നൊക്കെ ഈ മുട്ട ഇവനെപ്പോലെ വർഗീയത ഉണ്ടാക്കുന്നത്, ഈ മുട്ടയെപ്പോലെ. ഇവൻ നാടിൻ്റെ ക്യാൻസറാണ് മുട്ട, കേട്ടാ. അരുൺ അവന് യാമനാണ് ഡോക്ടറേറ്റ് വരുത്താൻ കൊടുത്തത് ഈ രാജ്യത്ത്. ഇവൻ ഈ രാജ്യം കുട്ടിച്ചോറാക്കാനുള്ള ഡോക്ടറേറ്റ്, അല്ല ഈ മുട്ട വർഗീയ ഉണ്ടാക്കാൻ ഡോക്ടറേറ്റാണ് ഇവന് ഡോക്ടറേറ്റ് കൊടുത്തല്ലേ അടിക്കാനുള്ളത്. ഇവൻ വർഗീയ ഇളക്കിക്കൊണ്ടോ എവിടെ കുഴിത്തിരുമുണ്ടോ അവൻ അന്ധമായ ഹിന്ദു വിരോധിയാണ്, BJP വിരോധിയാണ്. അങ്ങനെ പറയാതിരിക്കാൻ പോലെ ഇവൻ ഏതെടുത്താലും ഹിന്ദുവിന് എതിരായിട്ടേ ഇവൻ സംസാരിക്കുള്ളൂ. അതാണ് ഇവൻ്റെ പോയിൻറ്റ്. അത് പറയാൻ വേണ്ടി അതുകൊണ്ട് ഈ മുട്ടയുടെ കാര്യമേ പറയും. മുട്ടയെ ഒരു വിളിച്ചാൽ ഒരു പരിപാടി പോവുകയും ചെയ്തു ഈ നായിയെ അവനെ അതല്ലാതെ എന്ത് പറയാം, ആലവലാതി. താങ്ക് യു.